നമുക്കിതിൻ്റെ ഈ ഒരു പോരാട്ടത്തിൻ്റെ ഒരു നാൾ വഴി കൂടി നമുക്ക് പറഞ്ഞു പോകാം. അല്ലെ, അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാജ്യം വലിയൊരു പോരാട്ടത്തിലൂടെയാണ് തീർച്ചയായിട്ടും US-ൽ നിന്ന് റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം കൂടി, ആ ഒരു നിയമ വഴികൾ കൂടി നമുക്ക് പറഞ്ഞു പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനു മുമ്പുള്ള അല്ലെങ്കിൽ നിലവിലുള്ള സർക്കാരുകളും മുമ്പുള്ള എല്ലാ സർക്കാരുകളും തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിയമ നടപടികളും സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ സംഭവം നടന്ന അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. NIA ഔദ്യോഗികമായി തന്നെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും വളരെ വിജയകരമായി ഞങ്ങൾ തഹാവൂർ ഹുസൈൻ റാണയെ മാസ്റ്റർ മൈൻഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ചുക്കാൻ പിടിച്ച ആൾ എന്നുള്ള തരത്തിൽ തന്നെയാണ് NIA തഹാവൂർ റാണയെ വിശേഷിപ്പിക്കുന്നത്. 2008 ശേഷം ഈ നടപടികൾ വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. US-ൽ അല്ലെങ്കിൽ അമേരിക്കയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു റാണ എന്നുള്ളതാണ് NIA ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നത്. അത് ഇന്ത്യയും US-ഉം തമ്മിലുള്ള ഒരു എക്സ്ട്രഡിഷൻ ട്രീറ്റി ഉണ്ട്. അതായത് കുറ്റവാളികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരമാണ് അമേരിക്ക റാണയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത് ഈ സംഭവത്തിന് ശേഷം 2008-ലെ മുംബൈ ആക്രമണത്തിന് ശേഷം എന്നുള്ളതാണ്. വളരെ നീണ്ട അല്ലെങ്കിൽ എല്ലാ തലത്തിലുമുള്ള നിയമ വഴികൾ റാണ തേടിയിട്ടും ഒടുവിൽ വിജയകരമായി തന്നെ റാണയെ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. 2023 മെയ് 16 ആദ്യമായി റാണയെ വിട്ടു നൽകണം എന്നുള്ള ഓർഡർ വരുന്നത്. അത് കാലിഫോർണിയയിലെ സെൻട്രൽ ഡിസ്ട്രിക്റ്റിലെ ഡിസ്ട്രിക്ട് കോർട്ടാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതായത് റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകണം എന്നുള്ളത്. അതായത് മുംബൈ ഭീകരാക്രമണ കേസിൽ വിചാരണ നേരിടുന്നതിനായിട്ട് റാണയെ വിട്ടു നൽകണം എന്നുള്ളൊരു ഉത്തരവ് ആദ്യമായി പുറപ്പെടുവിക്കുന്നത് കാലിഫോർണിയ സെൻട്രൽ ഡിസ്ട്രിക്ട് കോടതിയാണ് എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് റാണ നിരവധി പെറ്റീഷനുകളുമായി അല്ലെങ്കിൽ ഹർജികളുമായി കോടതിയിലേക്ക് എത്തുന്നുണ്ട്. 9th സർക്യൂട്ട് കോർട്ട് ഓഫ് അപ്പീൽസിലാണ് ആദ്യമായി റാണ വരുന്നത്. നിരവധി പെറ്റീഷനുകൾ, ഹർജികൾ അവിടെ ഫയൽ ചെയ്തു. പക്ഷേ എല്ലാം തള്ളിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. അതിനുശേഷം 2 ഹേബിയസ് കോർപ്പസ് പെറ്റീഷനും അതോടൊപ്പം തന്നെ ഒരു അടിയന്തര സ്വഭാവമുള്ള ഒരു അപേക്ഷയും US സുപ്രീം കോടതിയിൽ തഹാവൂർ റാണ നൽകുന്നുണ്ട്. അതും തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് കഴിഞ്ഞാണ് എക്സ്ട്രഡിഷൻ പ്രൊസീഡിങ്സ്, അതായത് വിട്ടുകിട്ടണം എന്നുള്ള നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ അത് ഇന്ത്യ ഒരു സറണ്ടർ വാറണ്ട് വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. അതിൽ NIA ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വിവരമെന്ന് പറഞ്ഞാൽ ദ എക്സ്ട്രഡിഷൻ പ്രൊസീഡിങ്സ് വെർ ഇനിഷ്യേറ്റഡ് ബിറ്റ്വീൻ ദ 2 countries ആഫ്റ്റർ ഇന്ത്യ eventually secured a surrender warrant for the wanted terrorists from the US government. US സർക്കാരിൽ നിന്ന് തന്നെ അത്തരത്തിലൊരു വാറണ്ട് വാങ്ങിച്ചു കൊണ്ടാണ് ഈ നടപടികളിലേക്ക് പോയത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു പ്രക്രിയയ്ക്ക് അമേരിക്കയുടെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവിധ പിന്തുണയുമുണ്ടായിരുന്നു. US സ്കൈ മാർഷൽസിൻ്റെ എല്ലാ പിന്തുണയുമുണ്ടായിരുന്നു. ഇവരുമായി ചേർന്നുകൊണ്ടാണ് NIA പ്രവർത്തിച്ചത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ത്യയുടെ എല്ലാ ഇൻ്റലിജൻസ് ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട നടപടികളിൽ സഹകരിച്ചിരുന്നു. മാത്രമല്ല ഇന്ത്യയുടെ വിദേശ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും വളരെ വിദഗ്ധമായി തന്നെ ഈ നടപടികളൊക്കെ ഏകോപിപ്പിച്ചു എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഈ ഒരു കാര്യത്തിലൊരു ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ, ഇത് ഈ സ്വാഭാവിക നടപടി എന്ന് പറയുന്നത് പോലെയാണോ, അതോ ഈ എക്സ്ട്രഡീഷൻ ട്രീറ്റിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാലിക്കേണ്ടതുണ്ടോ? എക്സ്ട്രഡിഷൻ ട്രീറ്റിൽ അങ്ങനെ ഉപാധികളൊന്നുമില്ല. അത് സാധാരണ പറയുന്നത് ആകെ നമുക്ക് അബൂ സേലമിൻ്റെ കാര്യത്തിൽ മാത്രമാണ് പോർച്ചുഗൽ വളരെ വ്യക്തമായി ഒരു ഉപാധി വെച്ചത്. അതായത് തൂക്കിക്കൊല്ലാൻ പാടില്ല, വധശിക്ഷ പാടില്ല എന്നുള്ള തരത്തിൽ. അത് ഓരോ രാജ്യങ്ങളിലെയും അവിടുത്തെ നിയമ സംവിധാനങ്ങളുമായി ചേർന്ന് പോകുന്ന തരത്തിലുള്ള ചില ഉപാധികൾ വെക്കുമെന്നുള്ളതേ ഉള്ളൂ. അബൂ സേലമിൻ്റെ കാര്യത്തിൽ പോർച്ചുഗൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കരുത് എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. അത് അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് അന്ന് അബൂ സേലമിനെ പോർച്ചുഗലിൽ നിന്നും ഇന്ത്യ കൊണ്ടുവന്നതും. അല്ലാതെ അമേരിക്കയിൽ അങ്ങനെ ഒരു വധശിക്ഷ ഇല്ലാത്തൊരു രാജ്യമൊന്നുമല്ല. പല സംസ്ഥാനങ്ങളിലും വധശിക്ഷ നടപ്പാക്കുന്നുണ്ട്, ചില സംസ്ഥാനങ്ങളിലില്ല എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും ഇതിൽ വളരെ കൃത്യമായി തന്നെ ഇത് വിട്ട് സറണ്ടർ വാറണ്ട് അമേരിക്കൻ സർക്കാർ പുറപ്പെടുവിക്കുന്നുണ്ട്. മാത്രമല്ല പ്രധാന ആരോപണം ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ചേർന്ന് അല്ലെങ്കിൽ ദാവൂദ് ഗിലാനിയുമായി ചേർന്ന് ലഷ്കർ-ഇ-തയ്ബയുടെയും ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി എന്നിവരുമായി ചേർന്നും പാകിസ്ഥാനിലെ മറ്റ് ചില ഗൂഢാലോചനാ സംഘങ്ങളുമായി ചേർന്നുകൊണ്ട്
ഇത്തരത്തിൽ ഒരു ആക്രമണമാണ് 2008 തഹാവൂർ റാണ നടത്തിയത് എന്നുള്ളതാണ് NIA ആരോപണം. 166 പേർ കൊല്ലപ്പെട്ടു, 238 പേരിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഈ രണ്ട് സംഘടനകൾ, അതായത് ലഷ്കർ ഇ തോയ്ബയും ഹർക്കത്തുൽ ജിഹാദി മുസ്ലാമി എന്ന് പറയുന്ന സംഘടനയും ഇന്ത്യ സർക്കാർ UAPA പ്രകാരം ഭീകര സംഘടനകളായി മുദ്ര കുത്തിയിട്ടുള്ളതാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ UAPA പ്രകാരം തന്നെ ഈ തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് കൈമാറുമ്പോൾ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യത്തിൽ ജാമ്യം എന്ന് പറയുന്നത് എന്തായിരുന്നാലും ഉടനടി ഒന്നും ലഭിക്കില്ല. എന്തായിരുന്നാലും അക്കാര്യം തഹാവൂർ റാണയും അല്ലെങ്കിൽ വേറെ ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ കസ്റ്റഡി ലഭിച്ച ശേഷം ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കയറുമ്പോൾ നേരത്തെ ഈ NIA ആരോപിക്കുന്ന പോലെ തന്നെ ഈ പാകിസ്ഥാനിലെ കോൺസ്പിറേറ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളതും ഇന്ത്യയിൽ എന്തെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ മറുപടി ലഭിക്കേണ്ടതുണ്ട് തഹാവൂർ റാണയുടെ ഭാഗത്ത്. തീർച്ചയായിട്ടും.